നേതാവിന്റെ പേരാണോ CPM നേതാവിന്റെ പേരാണോ ഈ കത്തിൽ കൊടുക്കുക? അതിനൊരു സംശയമില്ല. CPM നേതാവിന്റെ പേരായിരിക്കും. ഒരു മാറ്റമില്ല. രാഷ്ട്രീയ പാർട്ടിയായിട്ട് ആ പാർട്ടിക്കൊരു അഭിമാനം ഉണ്ടാവും. ആ അഭിമാനത്തെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് CPIM-ന്റെ ആളായിരിക്കും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്ത് ഉണ്ടാവുക. CPI-യുടെ അഭിമാനത്തിന് വിലകിടാൻ ഒരു നേതാവിനും അവകാശമില്ല. അല്ല, അത് ഞങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് വിഷയമായൊരു വിഷയമല്ല, ചർച്ചയ്ക്ക് വിഷയമാക്കിയിട്ടില്ല. ആര് അത് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുണ്ട്? അതിന് എന്താ ബുദ്ധിമുട്ട്? അല്ല, അതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്താ? നിങ്ങൾക്ക് അതിനെന്താ പ്രശ്നമോ? എന്തിനാണത് അങ്ങനെ ചെയ്തോളണമെന്നുള്ളത്? അങ്ങനെ ചെയ്തോളണം വേണ്ടെങ്കിലും വ്യവസ്ഥക്കാരുണ്ടോ? ഇത് പേഴ്സണലായിട്ട് എടുക്കണേ. LDF-ലെ പ്രതിപക്ഷ ഉപനേതാവ് പദവി കഴിഞ്ഞ കുറെ കാലമായിട്ട് CPI-യും CPM-ഉം തമ്മിൽ നടക്കുന്ന ചർച്ചാ വിഷയമാണ്. ആ ചർച്ചയിൽ CPI-യുടെയും CPM-ന്റെയും ഇവിടുത്തെയും ഡൽഹിയിലെയും നേതാക്കന്മാരും ഘടകങ്ങളും ഇൻവോൾവാണ്. ഒരു ചർച്ച വിഷയമാണ്. ആ വിഷയത്തിൽ ഇപ്രകാരം ഒരു രീതിയിൽ സഖാബ് പിണറായി വിജയൻ പറയുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അഥവാ അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അദ്ദേഹം നയിക്കുന്ന പദവിക്ക്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയ്ക്ക് നിരക്കുന്ന ഒരു പ്രസ്താവന അല്ല അതെന്ന് പറയാൻ നിർബന്ധിതനാണ്. എല്ലാ വിനയത്തോടെയും ഞാൻ പറയുന്നു, ഇങ്ങനെ ഒരു വിഷയത്തിൽ LDF-ന്റെ പൊതു രാഷ്ട്രീയത്തിന്റെ രീതിയുണ്ട്. തക്ക വിഷയങ്ങൾ തീർക്കേണ്ടത് ഉഭയകക്ഷി സംഭാഷണം വഴിയാണ് എന്ന ഒരു പൊതു അപ്രോച്ചുണ്ട്. ആ അപ്രോച്ച് ഇരിക്കെ തന്നെ ചർച്ചയ്ക്ക് വിധേയമായിട്ട് രണ്ട് പാർട്ടികളും മാറ്റിവെച്ച വിഷയം ഏകപക്ഷീയമായി അദ്ദേഹം അങ്ങനെ പറഞ്ഞെങ്കിൽ അത് LDF-ന്റെ സംസ്കാരത്തിന് നിൽക്കുന്ന പ്രസ്താവനയായില്ല എന്ന് ഞാൻ എല്ലാ സ്നേഹത്തോടെയും എല്ലാ ദിനത്തോടെയും അറിയിക്കുന്നു. ആയിക്കോട്ടെ, എനിക്കിതേ പറയാനുള്ളൂ. CPI-യുടെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണമെന്ന ആവശ്യം ദീർഘകാലമായി ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. അത് ഒരു തർക്ക വിഷയമാണെന്ന് അങ്ങ് സൂചിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു വിഷയത്തിൽ അത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPM-ന് തന്നെയാണെന്ന് LDF-നെ നയിക്കുന്ന LDF-ന്റെ ചെയർമാനായ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഏതരത്തിലാണ് അംഗീകരിക്കാൻ കഴിയുന്നത്? അതല്ല ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്രകാരം തർക്ക വിഷയത്തിൽ CPI-യും CPM-ഉം ഇവിടെയും ഡൽഹിയിലും ചർച്ചയ്ക്കായി മാറ്റിവെച്ച വിഷയത്തിൽ, ചർച്ച നടക്കുന്ന വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയ്ക്കും അദ്ദേഹം വഹിക്കുന്ന പദവിക്കും ആ പ്രസ്താവന നിരക്കുന്ന ഒന്നല്ല എന്ന് എല്ലാ വിനയത്തോടും കൂടി ഞാൻ പറഞ്ഞു. ഒരു വട്ടം പറഞ്ഞു കൊണ്ടും പറയണോ? നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കുന്ന കാര്യമൊക്കെ CPI പരിഗണിക്കും. അതൊക്കെ CPI-ക്ക് വിട്ടു തരിക.